ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. വന്ദേ മാതരത്തിന്റെ പൂർണ്ണ രൂപം സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച ബി.ജെ.പി. ദേശീയ നേതൃയോഗം. വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിക്കണമെന്ന കോൺഗ്രസ് നിലപാടിനെതിരെ രാജ്യവ്യാപക പ്രചാരണത്തിന് തയ്യാറെടുക്കുകയാണ് ബി.ജെ.പി. യുവാക്കളെയും കന്നി വോട്ടർമാരെയും ലക്ഷ്യമിട്ട് പ്രത്യേക ജൻസി കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണ തന്ത്രങ്ങൾക്കും യോഗം അന്തിമ രൂപം നൽകി. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിൽ, വന്ദേ മാതരം വിട്ടൊരു കളിയില്ല, ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം, അല്ലെ? ഉറപ്പായും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നപ്പോൾ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതി എന്ന തീരുമാനമെടുത്തിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും അതിനെതിരെയുള്ള വികാരവുമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗത്തിൽ ബി.ജെ.പി. നേതൃയോഗത്തിലുണ്ടായത്. ഇതിൽ പ്രധാനമായും വന്ദേ മാതരത്തെ സംരക്ഷിക്കണം എന്നത് തന്നെയാണ് പ്രഖ്യാപിത അജണ്ട എന്ന യോഗത്തിൽ തീരുമാനമായി വന്നിരുന്നു. അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ നടത്തും. വന്ദേ മാതരത്തെ സംരക്ഷിക്കുന്ന, പൂർണ്ണ അർത്ഥത്തിൽ സംരക്ഷിക്കുന്ന, പൂർണ്ണമായിട്ടുള്ള വരികൾ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ക്യാമ്പയിൻ നടത്തുമെന്നും ബി.ജെ.പി. അറിയിക്കുകയാണ്. ബി.ജെ.പി. ദേശീയ പുതിയ ഭാരവാഹികളുടെ നേതൃയോഗമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ചേർന്നത്. ഇതിലാണ് കന്നി വോട്ടർമാരെ ലക്ഷ്യമിട്ട് പുതിയ നീക്കങ്ങൾക്ക് ബി.ജെ.പി. തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മണിപ്പൂർ, പഞ്ചാബ് അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇവിടെ എങ്ങനെ വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം തുടങ്ങാൻ എന്നത് സംബന്ധിച്ചുള്ള സുപ്രധാനമായ ചില തീരുമാനങ്ങളും തന്ത്രങ്ങളും എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ ചേർന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് വന്ദേ മാതരത്തെ സംരക്ഷിക്കണം എന്നത് തന്നെയായി. ശരിയാണ്.